വെൽക്കം ബാക്ക് പുണ്യ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ പുതിയോട്ട മാരിയമ്മ സ്ഥാനത്ത് പോകുന്നതാണ്. ഏടെ ചോറുണ്ട് ആടെ നമ്മൾ എത്തൂട്ടാ. നമുക്ക് ഇവിടുന്ന് ഓട്ടോ കിട്ടാത്തതുകൊണ്ട് ഹോട്ടൽ വരെ ചള്ളോട്ടം കൊണ്ടാക്കുന്നതാണ്. രണ്ട് ട്രിപ്പ് ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. ആദ്യം ഇവരെ കൊണ്ടുപോയി എന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. ഗൈസ് ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടാളും ഇങ്ങനെ ആടിപ്പാടി നടന്നോളും. എന്നാലെന്തോ ശാലിനിയേച്ചി അശ്വതി സ്കൂട്ടിയിൽ തന്നെയാണ് വരുന്നതെന്ന് വെച്ചാൽ ശാലിനിയേച്ചിക്ക് ആടെ നിന്ന് അങ്ങനെ തന്നെ നേരെ വീട്ടിലേക്ക് പോകണം. അയ്യേച്ചിൻ്റെ വീട് കുശാൽ നഗറിലാണ്. അപ്പം സ്കൂട്ടി എടുത്തിട്ട് തന്നെയാണ് അയച്ച അമ്പലത്തിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നമ്മളും ചോട്ടോയിൽ വന്നില്ലെങ്കിൽ അതിന് ഒന്നും കൂടി വീട്ടിലേക്ക് തന്നെ വന്നിട്ട് ആ വണ്ടി എടുത്തിട്ട് ഒന്നും കൂടി പോകണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ശാലിനിയേച്ചി ഒറ്റക്കായതുകൊണ്ട് അശ്വതിയും ശാലിനിയേച്ചിൻ്റെ ഒന്നിച്ചാണ് കയറിയത്. നല്ല ബ്ലോക്ക് ഉണ്ടായിനെ, അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് കീനിട്ട് ബാക്കി നടക്കുകയാണ് ചെയ്തത്. ഏച്ചി അശ്വതി നേരത്തെ എത്തി. അപ്പോൾ അവർ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോയത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒടുക്കത്തെ തിരക്ക് കിട്ടാ, ഒന്ന് നീങ്ങാൻ പോലും സ്ഥലം ഉണ്ടായിട്ടില്ല. അത്രക്കും തിരക്കുണ്ടായിന്. തിരക്ക് കാരണം അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിച്ചില്ല. വേഗം ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കീഞ്ഞാൽ മതി എന്നാന്ന് വിചാരിച്ചു. നമുക്കിനിയും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഇസാബേബിയും കൺമണിയിലും നല്ലോണം ഇങ്ങനെ വേർത്ത് കുളിച്ചിട്ടാന്നുണ്ടായത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കീഞ്ഞാൽ മതി എന്നാണ് നമ്മൾ വിചാരിച്ചത്. ആ സമയത്ത് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചോറുന്നാൻ പോയേ. പിന്നെ എനിക്ക് ഈ ഒരു അമ്പലത്തിൽ വേറൊരു കാര്യം എടുത്തു പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ അമ്പലത്തിലും അത് ഉണ്ടാവലുണ്ട്, പക്ഷേ ഇവിടുത്തെ ഞാൻ എടുത്തു പറയാൻ കാരണം ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മക്കളുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വേറെ തന്നെ ക്യൂ ഒന്നുമില്ലാണ്ട് വേറെ ഡയറക്റ്റ് പോയിട്ട് ചോറ് വാങ്ങാം അല്ലേ. പക്ഷേ ഇവിടെ അതുകൂടാണ്ട് കമ്മിറ്റിക്കാർ നമുക്ക് സീറ്റ് വരെ ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി നമുക്ക്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് പഠിക്കാനുണ്ടായിട്ടില്ല. ഭക്ഷണം നല്ല വൃത്തിയിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒടുക്കത്തെ ചൂടായിരുന്നു അവിടെ ഉണ്ടായത്. ചൂട് കാരണം നേരെ തിന്നാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കളിക്കുന്നിടത്ത് വന്നേ. പിള്ളേർക്ക് പിന്നെ ഇത് കണ്ടാൽ നിർത്തം ഉണ്ടാവില്ലല്ലോ. ശാലിനിയച്ചിക്ക് കമ്മൽ വേണമെന്നിട്ട് നമ്മൾ കമ്മലിൻ്റെ സെക്ഷനാണ് ആദ്യം നോക്കിയത്. പക്ഷെ കമ്മലൊന്നും ഒരു രസമില്ല, അതുകൊണ്ട് നമ്മൾ കമ്മൽ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവർക്ക് നമ്മൾ കിച്ചൺ സെറ്റാണ് വാങ്ങിയത്. രണ്ടാൾക്ക് സെയിം ആണ് വാങ്ങിയത്. പൈസ ഒന്നും നോക്കിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കേ അറിയും. ഇവർ രണ്ടാളും അപ്പുറം ഇപ്പുറം അടിയാവും. ഫസ്റ്റ് ഒന്ന് വാങ്ങേണ്ട പ്ലാനാണ് ഉണ്ടായത്. പിന്നെ എന്തായാലും അതിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് രണ്ടാൾക്കും വാങ്ങി കൊടുത്തിട്ടാ. പിന്നെ ഇത് നമ്മളെ നാട്ടിലത്തെ പിള്ളേരാണ്, കൂടാണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നും പറയാം. അങ്ങനെ എൻ്റെ കണ്ടപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് ശാലിനിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ചേ. ഇത് കണ്ട മുട്ടായി പ്രേമിയാണ്, മുട്ടായി എത്ര കിട്ടിയാലും ഇവിടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.